ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വേങ്ങര പാക്കടപ്രായം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറ്റൂര്. ഈ സ്ഥലത്ത് നമ്മളെ അഹമ്മദ് കുട്ടിക്കാക്ക് നമുക്ക് 2 മാസം മുന്നേ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ബയോഗ്യാസിൻ്റെ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഹമ്മദ് കുട്ടിക്കാൻ്റെ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മളെ അഹമ്മദ് കുട്ടിക്ക. അപ്പോൾ അഹമ്മദ് കുട്ടിക്കാൻ്റെ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അഹമ്മദ് കുട്ടിക്കാനോട് ചോദിച്ചാൽ എല്ലാ വിശേഷങ്ങളും അഹമ്മദ് കുട്ടിക്ക പറഞ്ഞുതരാം നമുക്ക്. അപ്പൊ നമ്മളെ അഹമ്മദ് കുട്ടിക്ക പറഞ്ഞത് നമ്മളെ പ്ലാന്റിന്റെ വിശേഷങ്ങളൊക്കെ ഉള്ളത്. അഹമ്മദ് കുട്ടിക്ക, നമ്മൾ എന്താ നമ്മളെ പ്ലാന്റിംഗ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ ഉപകാരം പൈമെന്ന് കിട്ടിയെന്നുള്ളത് പറഞ്ഞു. പ്ലാന്റ് ഇപ്പൊ ഞാൻ വെച്ചിട്ട് അൽഹംദുലില്ലാ 1.5 മാസമായി. 1.5 മാസം കുഴപ്പമൊന്നുമില്ല, കാര്യമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സ്മെല്ലില്ല. അതാണ് ഇപ്പൊ മെയിൻ. നമ്മളെ വീടുകളൊക്കെ ഈ അടുത്തൊക്കെ ആയതുകൊണ്ട് ഈ വേസ്റ്റിന്റെ സ്മെല്ലിന്റെ പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ ഇത് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാന്നുള്ള നിലക്കാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ഒരു മീഡിയം പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോ ദിവസം ഒരു നേരമാണ് നിങ്ങൾ ഇടാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു നേരം പ്ലാന്റാണ് നമുക്ക് വെച്ചത്. അതെ അതെ, അത് കണക്കാക്കി തന്നെ. പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത മുട്ടത്തോട്, ലൈമോണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നല്ല വൃത്തിക്കാണ് നിങ്ങൾ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പൈന്ന് ഒരു ദിവസം എത്ര ഗ്യാസ് കിട്ടുന്നുണ്ട്? അരമണിക്കൂർ ഗ്യാസ് കിട്ടുന്നത്. അരമണിക്കൂർ കിട്ടുന്നുണ്ട്. കാരണം ഞങ്ങളെ വേസ്റ്റ് കുറച്ച് കുറവാണ്. ഏറ്റവും പവറുള്ള സാധനങ്ങളൊക്കെ ഇതാണെങ്കിൽ കൂടുതൽ കിട്ടുമായിരിക്കും. ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലത്തെ വേസ്റ്റ് മാത്രമല്ല ഇടുന്നുള്ളൂ. വീട്ടിലത്തെ മാത്രം കഞ്ഞിവെള്ളം അതുപോലത്തെ സാധനങ്ങളൊക്കെ അതേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അതിന്റെ സ്ലറി കിട്ടും. ആ സ്ലറി എന്ത് ചെയ്യുന്നുണ്ട, മരങ്ങൾക്കതുകൊണ്ടാ ഇതിനൊക്കെ വെക്കുന്നുണ്ട്. 1 മാസമല്ലായിട്ടുള്ളൂ. അതിൻ്റെതായ ഫലം അതൊന്ന് കാണിച്ചു ഇപ്പൊ തന്നെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ അഹമ്മദ് കുട്ടിക്ക നന്നായിട്ട് കവുങ്ങിന്റെ കൃഷിയൊക്കെ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ ഇതൊക്കെ അഹമ്മദ് കുട്ടിക്ക പറയേണ്ടത് നമ്മളെ ബയോഗ്യാസിന്റെ സ്ലറിയാണ് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അഹമ്മദ് കുട്ടിക്ക സ്ലറിയാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അഹമ്മദ് കുട്ടിക്കാൻ്റെ കൃഷി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്കാൻ്റെ പ്ലാന്റ്. ഇതാണ് അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെയൊക്കെ കത്തുണ്ട് എന്നുള്ളത് നമ്മളെ ഇക്ക കാണിച്ചു തരും. ഇക്ക, നമ്മൾ നല്ല അടുക്കളയിൽ പോയിട്ട് അത് കാണിച്ചു കൊടുക്കല്ലേ. അപ്പം എന്തേ നമ്മുടെ അഹമ്മദ് ഖാൻ്റെ വീട്ടിൽ ബയോഗ്യാസ് കത്തുന്നതാണ് ഇപ്പോൾ കാണിച്ചിരിക്കേണ്ടത്. നമ്മുടെ ബയോഗ്യാസിൻ്റെ അഭിപ്രായത്തിനെ പറ്റി നമ്മളെ അഹമ്മദ് ഖാ ഉസ്താദും കൂടിയാണ്. ഉസ്താദിൻ്റെ വിവരങ്ങളൊക്കെ ഉസ്താദ് പറയും. ഉസ്താദേ, നമ്മളെ ബയോഗ്യാസിൻ്റെ അഭിപ്രായം എന്താ നിങ്ങളെ? സംഗതി നല്ല ഇതൊക്കെ തന്നെയാണ്. അത് ടൈം ഏകദേശം ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഇപ്പൊ ഞങ്ങൾ ചെക്ക് ചെയ്യാണ്. ചെയ്യുന്ന സമയം ഏകദേശം ഇപ്പൊ 25 മിനിറ്റ് ആയി. ഇനി കത്തിയുള്ള സംവിധാനം ഉണ്ട്. പിന്നെ സ്മെല്ലില്ല. പിന്നെ നമ്മൾ വേസ്റ്റേജ് കുറച്ച് കമ്മിയുണ്ട്. നല്ല കൂടുതൽ വേസ്റ്റ് നല്ല പവറുള്ള സാധനം ഉണ്ടാണെങ്കിൽ കൂടുതൽ ഇത് കിട്ടും. പിന്നെ സ്ലറി കിട്ടും. സ്ലറി നമ്മളെ പച്ചക്കറി കാര്യങ്ങളൊക്കെ നല്ല തെങ്ങൊക്കെ നല്ല കായ്ച്ചുന്നുണ്ട്. അത്രയൊക്കെ തന്നെ കാര്യമായിട്ട് പറയാം. സ്ലറി എന്തിനാ ഉപയോഗിക്കണ്ടേ? സ്ലറി ഞാൻ പച്ചക്കറി ഉണ്ട്, കുറച്ച് കവുങ്ങ് വെച്ചിട്ടുണ്ട്, അതിനൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ തെങ്ങുണ്ട്, തെങ്ങ് വിൽക്കുന്നുണ്ട്. അത് നല്ല ഒരു സംവിധാനം. ഈ സ്ലറി വെള്ളം ചേർത്തിക്കാണ്ട് കട്ടി കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മുട്ടാണ്. ഉസ്താദ്, നമ്മള് കത്തിക്കൽ തുടങ്ങിയിട്ട് എത്ര സമയമായി? ഇപ്പൊ നമ്മള് 12:59 കത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 23 ആയില്ലേ? 23 അപ്പൊ ഏതാണ് ഞാൻ നോക്കേണ്ട ടൈമിൽ അതിൽ ഫുള്ള് ഗ്യാസ് ഉണ്ടായിരുന്നില്ല, പകുതി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്ലാന്റിന്റെ വിശേഷങ്ങൾ. അഹമ്മദ് കുട്ടിക്ക വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. നമ്മളെ നമ്പർ ഈ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. BioCook. Sustain your green energy.